1943 സെപ്റ്റംബർ 10 പുലർച്ചെ മദ്രാസിലെ സെന്റ് ജോർജ് ഫോർട്ടിൽ 4 ചെറുപ്പക്കാരെ തൂക്കിലേറ്റാൻ കൊണ്ട് ബ്രിട്ടീഷുകാർ നിർത്തി. ഒന്ന് ഭൗജാ സിംഗ്, മറ്റൊന്ന് ബർദാൻ, പിന്നെ 2 മലയാളികൾ, അനന്തൻ നായർ, INA ഹീറോ വക്കം അബ്ദുൽ ഖാദർ. 4 സുഭാഷ് ചന്ദ്രബോസിന്റെ പോരാളി. സാർ, ഒരേ സമയം 2 പേരെയാണ് തൂക്കിലേറ്റാൻ കഴിയുക. വക്കം അബ്ദുൽ ഖാദറിനെയും ഭൗജാ സിംഗിനെയും ഒരുമിച്ചും അനന്തൻ നായരെയും അതോടൊപ്പം ബർദാനെയും ഒരുമിച്ചുമായിരുന്നു തൂക്കിലേറ്റാൻ നിശ്ചയിച്ചത്. ആ കൊലക്കേരന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വക്കം അബ്ദുൽ ഖാദർ INA ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, നിങ്ങൾ ഈ ലിസ്റ്റ് ഒന്ന് തിരുത്തി എഴുതണം, എന്നെയും എന്റെ ചങ്ങാതി അനന്തൻ നായരെയും ഒരുമിച്ച് തൂക്കിലേറ്റണം. ബ്രിട്ടീഷുകാർ ചോദിച്ചു, എന്തിന്? അദ്ദേഹം ഉത്തരം പറഞ്ഞു, ഞാൻ മുസ്ലിം, അനന്തൻ നായർ ഹിന്ദു. പോരാട്ടത്തിന്റെ ഈ ബലിത്തറയിൽ ഒരു ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് നിങ്ങൾക്കു നേരെ ശിരസ്സു നീട്ടി തന്നുവെന്ന് നാളെയുടെ ചരിത്രം എഴുതട്ടെ. സാർ, ബ്രിട്ടീഷുകാർ തിരുത്തി എഴുതി അനന്തൻ നായർ എന്ന ഹിന്ദുവിനെയും വക്കം ഖാദർ എന്ന മുസ്ലിമിനെയും ഒരുമിച്ച് തൂക്കിലേറ്റി. സാർ, കുറിച്യർ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി. കുറിച്യർ അവരുടെ മുമ്പിൽ തോറ്റു പിന്മാറിയില്ല, മാപ്പെഴുതി കൊടുത്തില്ല. സാർ, അവർ എവിടെയും പിന്മാറിയില്ല, അവർ ആരുടെയും യില്ല. കുറിച്യരും കുഞ്ഞാലിമരക്കാരും വക്കം അബ്ദുൽ ഖാദറും അനന്തൻ നായരും അങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ബലിത്തറയിൽ മലയാളികൾ തീർത്തത് ധീരതയുടെ പോരാട്ടത്തിന്റെ ചരിത്രമാണ്. സാർ, ഒരൊറ്റ കാര്യം മാത്രം സാർ, ഞാൻ ഒറ്റ കാര്യം സാർ, 1 more point സാർ. സാർ, കേരളം ഈ ലോകത്തിന്റെ മുമ്പിൽ എവിടെയും വ്യാപിച്ചു കിടക്കുന്നു. സാർ, ലോകത്ത് എവിടെയുണ്ടോ, എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടെ മലയാളികളുണ്ട്. സാർ, കേരളം ലോകത്തിന് സംഭാവന ചെയ്തത് എന്താണ്? സാർ, അത് ഏറ്റവും നല്ല ധീരതയും ചരിത്രമാണ്, നവോത്ഥാനത്തിന്റെ ഭൂതകാലമാണ്. സാർ, ഇന്ന് നമ്മുടെ രാജ്യം വംശീയതയുടെ വിദ്വേഷത്തിന്റെ ബുൾഡോസറുകൾ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ 4 വരിയിൽ അവസാനിപ്പിക്കുന്നു. സാർ, 1888 അരുവിപ്പുറത്ത് ശിവപ്രതി ശ്രീനാരായണ ഗുരു കുറിച്ചിട്ടത് ഇങ്ങനെയായിരുന്നു: ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. സാർ, ഇന്ന് ഈ രാജ്യവിദ്വേഷത്തിന്റെ ബുൾഡോസറുകൾ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ജാതിയുടെ, മതത്തിന്റെ, വംശീയതയുടെ, ഭാഷയുടെ, വസ്ത്രത്തിന്റെ പേരിൽ മനുഷ്യർ വിഭജിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ ശ്രീനാരായണ ഗുരുവിനെ ഓർമ്മപ്പെടുത്തുന്നു: ജാതിഭേദം ദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് കേരളം. കേരളം, ആ കേരളം ഈ രാജ്യത്തിന് നൽകുന്ന സന്ദേശം അത് സമത്വത്തിൻ്റെതാണ്, സമഭാവനതയുടേതാണ്, ധീരതയുടേതാണ്. നന്ദി സാർ.